പിന്നെ ഞാൻ ഇപ്പം പറഞ്ഞ നമ്മളിപ്പോൾ ഈ പാട്ടുകാർക്ക് തുടങ്ങി അങ്ങനെ കിട്ടാനുള്ള സ്ഥലമോ അല്ലെങ്കിൽ ഇവരെ കമ്പറ്റക്കാരൊക്കെ ചില അമ്പലത്തിലൊക്കെ അന്നുവർക്ക് തരും കുറേയൊക്കെ. ഈ പകൽ വരും അല്ലെങ്കിൽ രാത്രിയും പകലൊക്കെ വരും. ഞാനപ്പോൾ ഒരു ആനയുണ്ട് വന്നെങ്കിൽ ആനയുടെ അടുത്ത് ഈ ആനയുടെ അടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ അന്നൊക്കെ നേരം വെളുത്ത് നാളെ മെനക്കേടാൻ കിട്ടും. ഇത് കെട്ടിവെച്ചൊക്കെ അപ്പുറമുണ്ട്. ഇവിടെ നിന്ന് ഒരു 22 കിലോമീറ്റർ വേണം. ചരിത്രമായിട്ട് പലരും താങ്ങട്ടെ എനിക്കറിയാം. ഞാനിപ്പോൾ അവരൊക്കെ ജീവിച്ചു വരുമ്പോണ്ട് വെറുതെ അവർക്കൊരു വിഷമം വരുത്തുന്നുണ്ടല്ലോ. ഇത് നല്ല ഒന്നാമതായിട്ട് ഇവിടെ നിന്ന് താങ്ങിക്കും. ഇതൊന്നും തല അനക്കാത്ത ആനകളാണ്. കുത്താനും അറിയാൻ വരാം. നിങ്ങൾക്ക് ആനകളൊക്കെ ഉണ്ടാ? അത് ആദ്യത്തെ അമ്പലത്തിൽ കൊണ്ടുവയ്ക്കുക. അതിൻ്റെ പരിസരത്ത് അന്നത്തെ തീറ്റക്കാശ് ലാഭം. അന്നത്തെ തീറ്റ വെട്ടാൻ അടുത്ത അമ്പലത്തിൽ ഇത് തന്നെ. ഈ ആനകൾക്കും രോഗം വിട്ടുമാറില്ല. ഇതിനും രോഗം വിട്ടുമാറില്ല. അതിനറിയാമെന്ന് ഉടമസ്ഥന്മാരെ ചിലപ്പോൾ അതിനെ കണ്ട് ഗുളിക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇവരോട് പറഞ്ഞ മുഷിയുണ്ടല്ലോ എന്ന് വെച്ചാൽ അവർക്കറിയാം. ഇത് കൊടുക്കും. ഒത്തിരി അറിയാണ്ട് മാറ്റം ചെയ്യും. വെറ്റുകാരുള്ളതിന് മാറ്റം വരില്ല. ഞാൻ നായരമ്പലം കഴിഞ്ഞിട്ട് മൂത്തമന്തേക്ക് പോവാം. നായരമ്പലത്ത് ഒരുപാട് പട്ട ബാക്കിയുണ്ട്. ഒരുപാട്. നായരമ്പലമാണ് കൊച്ചമ്പലമാണ് കൊല്ലമായല്ലോ. എല്ലാവരും ഒരു അടുത്ത അങ്ങ് വെച്ച് എടുത്തിട്ടുണ്ട്. കാണുന്നില്ല. ഞാൻ ഈ കൃഷ്ണപ്രസാദാണ്. ഞാൻ ഒരു കഷം പട്ട എടുത്തില്ല. ഞാൻ ഈ രാത്രിക്ക് ഞാൻ പൂരത്തിന് നിർത്തുമ്പോൾ നമ്മൾ പകൽപ്പൂരം കഴിഞ്ഞ് രാത്രിക്കുമില്ലേ, അപ്പം ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഒരു കുപ്പി വെള്ളം ഞാൻ അവിടെ എവിടെയും വെച്ചിട്ടുണ്ടാവും. അങ്ങോട്ട് നിന്നെങ്കിൽ രാത്രി പൂരത്തിന് ആണെങ്കിൽ അതിനെ കിടന്ന് മറിയും കുത്തിക്കളത്ത് കോലും കഴിക്കുമായിരുന്നു. അങ്ങനെ കൊണ്ടുപോകണുള്ളൂ. അപ്പം ഞാൻ രാത്രി പൊടിയൊക്കെ തല്ലി കഴിയുമ്പോൾ ഇത് പൊക്കോളും പൊടിയല്ലേ അല്ലേ. ഈ കുപ്പിയിലിങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ആരും ഇല്ലെങ്കിൽ കൊമ്പ് രണ്ടും കഴുകും. ട്യൂബ്ലൈറ്റിൽ വിടുന്ന വെള്ളം പവർ അതിന് ചേരേണ്ട ഡേലസൊക്കെ ആയിരിക്കും. ഇതാരും കാണിക്കില്ല. കാണാനേ ചെയ്യുള്ളൂ. അപ്പോൾ ആരെങ്കിലും കണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരുപാട് ശങ്കരന്മാരായ കോണയിലല്ലോ പരമശിവൻ ഒന്നും മതിയല്ലോ. അങ്ങനെയൊക്കെ രാത്രിയിൽ ഞാൻ ഉറങ്ങുകയില്ല. ഇന്ന് ഞാൻ നിൽക്കുന്ന ആനയ്ക്ക് എപ്പോഴായാലും ഞാൻ ഏത് തിരക്കിലും നിൽക്കുന്ന ആനയ്ക്ക് ഒരു മണിക്കൂറെങ്കിലും കിടത്തി കൊടുക്കും. ഞാൻ എൻ്റെ ഉറക്കം ഞാൻ നോക്കാറില്ല. അങ്ങനെയൊക്കെ എനിക്ക് ഇരുന്നുറങ്ങാനൊക്കെ നല്ല ശീലം. അപ്പോൾ ഇതൊക്കെ പണിയിൽ ഓരോ കണ്ടെത്തും. നമ്മൾ പറഞ്ഞു വന്ന ആ മരത്തിൻ്റെ പൂക്കടി അത്ര കറക്റ്റായിട്ട് പറഞ്ഞെങ്കിൽ എന്നെക്കൊണ്ട് ഇനി ഒരു ജന്മം കൂടെ തന്നാലും എന്നെക്കൊണ്ട് കഴിയില്ല. അവർ ചെയ്തതൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. ഒന്നാമത് ഇപ്പം ഇവർ രണ്ടുപേരും ഞാൻ ഒന്നാമനായി തുടങ്ങിയതിന് ശേഷം ഉള്ളത് പറയാം. പല അമ്പലത്തിൽ ഒന്നിച്ചെഴുന്നള്ളിച്ചിട്ടുണ്ട്. അവരിൽ ഒരാളെങ്കിലും കൂടുതൽ കൊന്നതിനെ ഞാൻ നിൽക്കുന്നത്. അവരുടെ കാര്യം ഭഗവാന്റെ കാര്യം കൊണ്ട് കിട്ടിയില്ല. അതൊക്കെ അതിൽ അങ്ങനെ എനിക്ക് ഒന്നിച്ചുള്ള എഴുന്നള്ളിൽ ഒരിക്കൽ പോലും ഞാൻ നിൽക്കുന്ന ആനയുടെ കൊമ്പ മുറുക്കി പിടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനെന്നെ ഇവരപ്പുറം അവർ നിൽക്കുവാണെങ്കിൽ നമുക്കൊരു വലിയ ഭയമാണ്. ഒരു ബഹുമാനമൊക്കെ ഒരു തല്ലിയാൽ പോലും കൊള്ളുള്ളൂ. മിക്കവാറും തല്ലുമല്ലോ. ഇത് കഴിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കല്ലിന് വരുമെന്ന് പേടിയാണ്. അപ്പം അങ്ങനത്തെ ആ കാലങ്ങളിൽ ഇപ്പോൾ മരുന്നിൻ്റെ കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഏത് രീതിയിൽ ഇപ്പോൾ ചികിത്സിക്കാൻ പറ്റും പറ. എന്നിപ്പോൾ ഞാനിപ്പോൾ അന്ന് കാണാറുണ്ട്. നമ്മൾ പണി കഴിഞ്ഞിട്ട് ചില ദിവസം താമസിച്ചു പോകും. ഈ പണിത് മഴയത്ത് കിടക്കുമ്പോഴാണെങ്കിൽ എവരുടെ അന്ന് മറ്റേ ടോർച്ചൊന്നുമില്ല. നല്ല ടോർച്ച് കാണും. ഇവർ കൊണ്ടുവന്നിട്ട് ആന തീറ്റ വിട്ടൊക്കെ വന്നിട്ട് അന്ന് ഈ പനങ്കയുടെ വഴുക തന്നെ കീറിയാണ് കെട്ടുന്നത്. ഭാഷയ്ക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ വലിച്ചു മുറുക്കാണ്ട് ഇവിടെയൊക്കെ എൻ്റെയൊക്കെ ഇത്ര മുഴുവൻ പാടുണ്ടാകും. പിന്നെ മക്കൾക്ക് കടി കെട്ടേണ്ടി ഒക്കെ ഉണ്ടാകും. ഇപ്പം ഇവിടെ പറമ്പ് കെട്ടുക. ഒരു സന്ധ്യ കഴിഞ്ഞു ഈ തോളത്തും കൊണ്ട് ആനയെ തലയിലേക്ക് കയറുന്നതിന് മുമ്പ് ആ പനങ്കയോട് വെപ്പിക്കും. ഇത് ഓരോന്ന് കൊടുത്ത് തിന്നുകൊണ്ടിരിക്കും. അവർ കൊണ്ടുനടക്കുന്ന ഞാൻ കൊടുത്ത് തിന്നും. ഞാൻ കൊണ്ടുനടക്കുന്ന തിന്നില്ലെന്നും പറയും. അത് എൻ്റെ ചിലപ്പോൾ കാടമ്പണിയായിരിക്കും. വലിയ വർത്തമാനമൊക്കെ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്നാലും ഞാൻ പരാമത്തെ കണ്ടാണല്ലോ ശീലിച്ചേക്കണേ. അവിടെ നീ തോർത്തടിച്ചോ അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ ചൂട്ട് കെട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ ചെന്ന് ചൂട്ട് മേടിച്ചോണ്ട് വിടാന്ന് പറയും. അവിടുന്ന് കിട്ടുമെന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അവിടെ ഇനി മഴയുള്ളൂ നനഞ്ഞ് പോലത്തെ ഒന്നും വരാൻ എവിടുന്നാലും കൊണ്ടുവന്നോളണം. ഇവിടെ വരെ ഈ പനങ്ങും വെച്ചാൽ ഓരോ ഏതെങ്കിലും തിന്നുകൊണ്ടിരിക്കുക. സന്ധ്യയായി. കണ്ടു കഴിഞ്ഞു. ഈ ചൂട്ടുകളായിട്ടും കൊണ്ട് ഇങ്ങനെ ചുറ്റും ഈ കെട്ടാളായിട്ട് നോക്കി നടക്കുക. ഇത്രയുള്ളൊരു കല്ലവിടെ കാണാൻ പാടില്ല. അത് ഞാൻ കിടക്കുമ്പോൾ ഒന്ന് മെയിൻ പറഞ്ഞ ഇത് പിന്നെ ഈ കിടക്കത്തരമ്പ് ഇവിടം ഈ രണ്ട് കഴുത്തും ഇത് തൊടാൻ പാടില്ല. കാരണം ഇത്
ഉറക്ക ഇങ്ങനെ മുട്ടിയാൽ മുളയ്ക്കും. ഇരിക്ക സ്ഥാനം ഇവിടെ ഒരു മുള വന്നാൽ അതിനെ വാളയായിട്ട് കയറ്റി വിട്ടാൽ മതി. ഇതന്ന് നോക്കിയിരുന്നു, ഇന്ന് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് തടി പിടിക്കാനില്ല. വേറെ പറമ്പ് കെട്ടാൻ ഏറ്റവും ഈ ഷെഡിനകത്ത് എന്ന് ആനകൾ കയറിയോ അന്ന് ഇതിങ്ങോട്ട് ഉന്മേഷം മുട്ടി. നല്ല ഉന്മേഷവാനായ ഒരു ആന നമ്മൾ കെട്ടിയേക്കുമ്പോൾ അതിന് കളിക്കണമെന്ന് ആനക്കാരന് ഒത്തിരി നിർബന്ധമുണ്ട്. ചില ദിവസങ്ങളൊക്കെ അതിന് കളിക്കണമെന്നുണ്ട്. ഈ ഷെഡിനകത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ തീയുടെ അടിയിലായിട്ട് ഈ ആന ഏത് സമയത്ത് മഴ വരുമ്പോൾ കളിക്കുമോ അല്ലെങ്കിൽ മഞ്ഞ് കൊള്ളുമ്പോൾ കളിക്കുമോ എപ്പോൾ കളിക്കുമോ ഒന്ന് പറ. ശരിയല്ലേ? ഇതിനെങ്ങനെ ചികിത്സിക്കും? ഈ എനിക്ക് ഇപ്പോഴത്തെ കുഞ്ഞുപിള്ളേരെ ഇഷ്ടമല്ലെങ്കിൽ ഞാനിത് പറയാം. നമ്മൾ കൂടുതലും മരുന്ന് സ്വന്തമായിട്ട് കൊടുക്കാറ് ഒരു വിലയുടെ അല്ല. പണ്ട് എന്നിൽ മുകളിലുള്ള ആനക്കാര് എന്നെപ്പോലെയുള്ള പട്ടിപിടുത്തക്കാരന് ഞാൻ പണ്ട് ഇവിടെ നാനൂലിൻ്റെ മൂർഖൻ്റെ കഥ പറഞ്ഞ് ഓർക്കണില്ലേ? ഒന്നോട് പറയണ്ടല്ലോ. അപ്പം അത് പറഞ്ഞമാതിരി ആണ് ഇവര്. ഈ ഞാനും തടി വലിച്ച കാശ് കൊടുക്കാറില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഈ ആനക്കൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് മരുന്ന് കാട്ടുജീരകം കിലോ കണക്കിന് 10 കിലോയെങ്കിലും കുറയാണ്ട് ഇടിച്ച് കൂട്ടി പൊടിച്ച് വെച്ചിട്ടുണ്ടാവും. കരിപ്പെട്ടി ശീലപ്പൊടിയാക്കി, അല്ലാണ്ട് ദേഹത്തെ പിടിക്കില്ല. പിന്നെ കരിപ്പെട്ടി, അത് ഈ ചേനകളുള്ള ഇത്ര ഉള്ളത് ആദ്യത്തെ തൃശ്ശൂരൊക്കെ ചെന്നാലേ കിട്ടുള്ളൂ. ഇതിനൊക്കെ പണിയുടെ കാശ് ഉടമസ്ഥന്റെ തിരുമുമ്പിൽ കൊണ്ട് വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. ഞാൻ 1/2 സെന്റ് സ്ഥലം മേടിച്ചിട്ടില്ല ഈ ആനപ്പണി കണ്ട്. അത്തോറിന് എല്ലാവരും 50 ഗ്രാം കൊടുക്കും. രണ്ടും കൂടെ പൊടിച്ചിട്ട് കാട്ടീരകവും അയമോദകവും കരിപ്പെട്ടി നമുക്ക് നല്ല കരിപ്പെട്ടി ഇത് മൂന്നും കൂടെ എന്ന് പറഞ്ഞാല് ഈ കാട്ടീരകം നല്ല കയ്പ, അയമോദകവും നല്ല രുചിയൊന്നുമില്ല. ഇത് ഒന്ന് കാട്ടുചീരകം വായുകെട്ടിന്, മറ്റത് ദഹനത്തിന്. ഇത് രണ്ടും കൂടെ ആയില്ലേ. പിന്നെ അഷ്ടപൂർണ്ണം കൊടുക്കുമ്പോൾ അഷ്ടപൂർണ്ണവും വൈശാനപൂർണ്ണവും കൂടെ. ഞാനൊരു ആനയ്ക്ക് കുഞ്ഞാന ബാലകൃഷ്ണനെ കൊണ്ടുവരുന്നുള്ളൂ. അല്ലാതെ എനിക്ക് ഞാൻ 1/2 കിലോ ഒക്കെ കൊടുക്കും. 1/2 കിലോ താഴെ കൊടുത്തിട്ടില്ല. അത് അതിൻ്റെ എല്ലായിടത്തേക്കും പയ്യ ഒരു ഗ്യാസ് അടിക്കുള്ളൂ. 1 കിലോയും കൊടുക്കും ഞാൻ. 1 കിലോ കൊടുക്കും. ഈ വാച്ചാന ഇത്തരം മരുന്നുകൾ എന്ത് കൊടുക്കുമ്പോഴും അത് തൊണ്ണയിലൊന്നും കയറ്റാണ്ടിരിക്കാൻ 2ആയിട്ട് ആക്കിയിട്ട് അതിനകത്ത് കുറേ കഴിയുമ്പോൾ ആനക്കറിയത് മരുന്നാന്ന് പിന്നെ മരുന്നൊന്നും ഇല്ലേലും തിന്നോളും. ഞാൻ ഈ ബീഹാറിൽ നിന്ന് എൻ്റെ കിട്ടിയ കൃഷ്ണപ്രസാദിനൊക്കെ ആദ്യം മരുന്ന് കിട്ടാനാണ് പഠിപ്പിച്ചത്. പൗണ്ട് തിന്നോളായിരുന്നു. അന്നിരുന്നു പഠിക്കുമ്പോൾ തല്ലും വരച്ചിട്ട് കുത്തൊക്കെ കിട്ടുന്നു. അപ്പം ആ ചിട്ട പിന്നെ അങ്ങനെ ആയിക്കോളുമായിരുന്നു. അങ്ങനെ ഓരോന്നും പഠിപ്പിക്കും പോലെ ഇത് ഞാൻ പഠിപ്പിച്ച് വെച്ചേക്കും. ഇതിനെ ഇത്തിരി മന്നപ്പെന്ന് തോന്നുമ്പോഴോ വിശപ്പ് ഓരോന്ന് തോന്നുമ്പോഴോ കൊടുക്കും. ഞാനിത് മേടിച്ച് വെച്ചേക്കണ്ടേ എൻ്റെ കാശും കൊണ്ട്. അത് ഉടമത്തിൻ്റെ ആണ് പണത കാശാണ്. അത് കിട്ടിയില്ലെങ്കിലും ഈ വിജയനാനയ്ക്ക് 1 കിലോ ഗ്ലൂക്കോസ് ഞാൻ മേടിച്ച് കൊടുക്കുമായിരുന്നു. എൻ്റെ സ്വന്തം കാശും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എൻ്റെ സ്വന്തം കാശാണ്. അപ്പം എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഞാനൊരു മോര് മേടിക്കാൻ കാശ് എനിക്ക് കിട്ടാറില്ല. ഇത്രയും കാലം ഞാൻ നടന്നതിൽ ഇല്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ മറ്റൊന്നും എനിക്ക് ഇന്നും പുറകോട്ട് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ഒരുപാട് വാത്സല്യമുള്ളതും മറക്കാത്ത പണിയാണ് ഭഗവാന്റെ കാരണം കൊണ്ട് ഞാനിവിടെ. കാരണം നമ്മൾ ഇന്നിപ്പോൾ ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കുന്നിടത്ത് നിന്ന് 6 കിലോമീറ്റർ മാറിയ ഇവിടെ ഇടയാറ് വേഗം ഫാക്ടറി ഉണ്ട്, വെള്ളപ്പന്നിയുള്ളത്. അവിടെ 1500 കിലോയുള്ള 2000 കിലോയുള്ള പന്നിയുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ അടുത്ത്. എൻ്റെ അടിയൻ കുറച്ചാൾ അവിടെ പണിയിലുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. ആ പന്നി ഇറച്ചി നമ്മൾ മേടിക്കുവാണെങ്കിൽ ഇത് നല്ല ഇറച്ചിയാണെങ്കിൽ കൊണ്ടിട്ട് ഇത് കുഴപ്പമില്ലോട്ടെന്ന് പറയും. നമ്മളീ പന്നിനെ കണ്ടിട്ടില്ല, ഇറച്ചി മാത്രമേ കണ്ടുള്ളൂ. അങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിട്ട് കാര്യമില്ല. അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ആഗ്രഹമാണ്. നമ്മൾ ജീവിച്ചിരുന്നു. എല്ലാ വൃത്തികേടും വേണം, ഒട്ടും അധികമല്ല. എല്ലാ വൃത്തികേടും നോക്കാൻ പിന്നെ മനുഷ്യനോട് പെരുമാറാൻ, വർത്താനം പറയാൻ എല്ലാം. അത് പിടിച്ച് കുറച്ചറിയുണ്ട്. എന്നെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ജന്മനാലെ എനിക്ക് അങ്ങനെ അഹങ്കാരമില്ലാത്തൊരു മനസ്സ് വേണം. എങ്കിലേ ഞാനത് ചെയ്യുള്ളൂ. 1000 പേര് വരുമ്പോൾ ഒരാൾ പേരിട്ട് കാണും. ഇതൊന്നും നമ്മൾ ആനപ്പണിപ്പെട്ട കാര്യമല്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇപ്പം മദ്ദളം പോലെയാണ് ആനയെ ചികിത്സിക്കുന്നതെന്ന് പറയുന്നത്. മദ്ദളം 2 കാലം നടുക്കല്ല പൊങ്ങിയേക്കണേ. അപ്പം നടുഭാഗത്ത് വരുമ്പോഴാണ് ചികിത്സ ഉറച്ചു വന്നത്. പിന്നെ
ചികിത്സ എന്ന് പറഞ്ഞാൽ നല്ല പഴയ ആനക്കാരൻ ഇവിടെ ചേലൂരാനുണ്ടായിരുന്ന ഗോവിന്ദമ്മാവൻ, അങ്ങനെയുള്ള പിന്നെ പെരുങ്കാട്ട് കുഞ്ഞേട്ടൻ, അയാളൊക്കെ ചത്ത് കാരണം ഇപ്പോൾ ഒരു അയാളൊന്നും കൊണ്ടുനടക്കുന്ന ആനയ്ക്ക് ചികിത്സ വേണ്ട. അങ്ങനെ ആൾക്കാരുണ്ടാകുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. പന്തല്ലൂരാന കൊണ്ടുവരുന്ന ഗോപാലൻ നായർ, ഇവരൊന്നും കൊണ്ടുവരുന്ന ചികിത്സയുടെ ആവശ്യമില്ല. കാരണം ഇവർ കൊടുക്കുന്നതെല്ലാം ചികിത്സയാണ്, മരുന്നാണ്. കൊടുക്കുന്നതെല്ലാം മരുന്നാണ്. ഒരാന നമ്മളിത് അവിടെ നിന്ന് ഇരിക്കസ്ഥാനത്തും കഴിഞ്ഞിട്ട് ഈ 1:30-2:30 മണിയാകുമ്പോഴാണ് ഈ കല്ലിനെഴുമ്പോൾ മറിച്ചിരുത്തുന്നത്. പല അടുത്തെങ്ങാനുള്ള ചായക്കട നല്ല ഉണക്കച്ചായ എന്നെങ്കിലും കിട്ടിയെങ്കിലും ഉള്ളൂ. ഒരു പരിപ്പോടൊക്കെ പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ കഴിക്കുമെന്ന് പറഞ്ഞോണ്ടേ ഉള്ളൂ. എന്നാലും ഇന്ന് വിട്ടുപോൽ മറ്റം ഈ കൊത്തനന്തണ്ടെങ്കിൽ വേനൽക്കാലത്ത് ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പുറത്തൊക്കെ തൊലി പൊളിഞ്ഞിരിക്കുന്നത്, ഈ കഴിയേ. അപ്പം ഇത് അവിടുന്ന് ഇരിപ്പിലിഞ്ഞ് കഴിയാൽ ഈ തലക്കുന്ന് മുതൽ കല്ലിനാണ്. ഒരു കല്ല് മാറാൻ പാടില്ല. മാറിയിട്ട് അങ്ങനെ ഈ വാഴത്തുടുപ്പിൻ്റെ അവിടെ വരുമ്പോഴേ കഴിയണ ആൾക്കാരൻ്റെ 2 കാലിൻ്റെ തന്തകളിൽ സൂര്യനെ നോക്കി നിൽക്കും. അത്ര കണ്ടോ അവൻ്റെ ആകാശത്ത് കുളിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ അതും പോരെ, ഇവിടെ വന്നാൽ ആന എരണ്ട ഇടുക മൂത്രം ഒഴുക്കുകയും ചെയ്യണം. എരണ്ട ഇടുക മൂത്രം ഒഴുകുകയും ചെയ്യണം. അല്ലെങ്കിൽ അന്ന് രണ്ടാമത് കയറി കഴിയൽ മാത്രമല്ല ഇവന് ചെലവാശം കൊടുക്കുകയുള്ളൂ. ഇവൻ പച്ചവെള്ളം കൊടുക്കുന്ന പോലെ ഒന്നവന് കാണാൻ മേല. അന്ന് അവന് കിരിയിലെ വരയ്ക്കായിരിക്കും, അല്ല കിട്ടണ പത്തല്ല അപ്പം കൊടുത്തെന്ന് ചോദിച്ചാൽ മതി. അത് അന്നത്തെ ആനകൾക്ക്. പിന്നെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടങ്ങൂരാന വന്നു. എൻ്റെ കുറവ് എനിക്കറിയണം, ഞാനറിയണം. ആന ആദ്യം കൊണ്ടുവന്ന് പാലക്കാടുകാർ മേടിച്ചു. ചുരുക്കി പറയുകയൊക്കെ ഇത് ചികിത്സയുടെ ഭാഗമാണ്. ആന എന്നെ 35-40 കൊല്ലത്തിനുള്ളിൽ കണ്ടപ്പോൾ അറിഞ്ഞു എന്ന് പറഞ്ഞത്. 35-40 കൊല്ലത്തിനുള്ളിൽ മധ്യമായിരിക്കും അത്. കാരണം ഒന്നിലും ഞാൻ അഴിച്ചുകിട്ടാനെ എല്ലാം എന്നെ അറിയും. കാരണം ശബ്ദം കൊണ്ടാണ് അറിഞ്ഞത്. എങ്ങനെയാ കേട്ടോ, എന്നെ ഞാൻ അഴിച്ചുകിട്ടാനെ എല്ലാം എന്നെ അറിയും. ആന എന്നോടുള്ള ചിലത് സ്നേഹം കൊണ്ട്, ചില എന്നെ കൊല്ലാനായിരിക്കും. ഏത് രീതിയിലായും അറിയും ശബ്ദം കൊണ്ട്, അല്ല എൻ്റെ പെരുമാറ്റം. ഞാനല്ലേ പോയപ്പോൾ എന്നെ ഏതാ സൗണ്ട് അത് കേൾപ്പിച്ചു. അങ്ങനെ ഏടാ പോയി ഞാൻ കുളിക്കാൻ്റെ ആൻ്റെ അടുത്ത് പോകണമെന്ന് ഇന്നോളം അശുദ്ധിയായിട്ടും പോയിട്ടില്ല. ഞാനും മദ്യപിക്കും. എനിക്ക് ചില ആൾക്കാർ മദ്യപിച്ചു ഇങ്ങനെ അവിടുന്ന് ഒരു മുട്ട പൊടിഞ്ഞ അല്ലെങ്കിൽ മീൻ മറന്നിട്ടുണ്ട്, ഇതിനെ ഒലിപ്പിക്കൂലേ. എനിക്ക് ഭയങ്കര അറപ്പാണ്. ഞാൻ പിന്നെ അവരുടെ അടുത്തോടെങ്കിലും പോയിരിക്കുന്നത്. അവർ പിന്നെ വൃത്തിയായിട്ടിരിക്കുമായിരിക്കും. എനിക്ക് അതാ ഓർമ്മ വന്നു. എനിക്കിഷ്ടമല്ല. എനിക്ക് ഭയങ്കര അറപ്പും വെറുപ്പുമാണ്. ഞാൻ പിന്നെ ഒന്ന് റെഡിമേഡ് ചെയ്ത് ചപ്പടമാർക്ക് പോകുള്ളൂ. ഞാനൊക്കെ കഴിക്കുന്നതാണ്. പക്ഷെ ഇത് ഇഷ്ടമല്ല എനിക്ക്. അതാണ് ഞാൻ അവിടെ പോകുമ്പോഴും ഇതുപോലെ ഒരു മുണ്ട്, ഒരു ജീൻസിൻ്റെ ഷർട്ട്, അത് ഞാൻ പറഞ്ഞില്ല മഴ കുളിച്ചിട്ട് തൂക്കാനാണ്. അന്നേരം അവർ പാഴ്സൻ്റെ കൂടെ ആയിരിക്കും ഇവിടെ മേടിക്കാൻ തയ്പ്പിക്കുന്നത്. അത് 2 എണ്ണം കാണും. അത് മാത്രം തന്നെയാണ് ഒരു ദിവസം പറഞ്ഞുള്ളൂ. ഈ മുണ്ട് തന്നെ എന്നും നൽകും. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ തലക്കെ ശീലിച്ചേക്കണം. ഈ നനഞ്ഞു കൊടുത്ത് പകുതി ആകുമ്പോൾ ഇത് മറിച്ച് കൊടുക്കുമ്പോഴത്തേന് ഇവിടെ ഉണങ്ങിക്കോളൂല്ലോ, ഇവിടെ തെക്കണം അങ്ങനെ കൊടുത്ത് നടക്കും. ഞാനൊരു ശകലം മദ്യം അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്ര കമ്പനി ഇത്ര സ്നേഹമാണ്. എവിടെയെങ്കിലും വെച്ച് പൂരപ്പറമ്പ് വെച്ച് കാണുവാണെങ്കിൽ ഞാൻ തനിക്കോ തൻ്റെ ഭാര്യയോ കൂട്ടുണ്ട് ഞാൻ മുഖം തരില്ല. തിരിഞ്ഞ് തന്നെ എന്ന് പറഞ്ഞാൽ പറയുള്ളൂ. ഇതൊന്നും അലക്കി കുളിച്ചിട്ടില്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ്. അയാൾ എങ്ങനെയെങ്കിലും ഇതൊക്കെ നടത്തിയെടുക്കുമെന്ന് മാത്രം. പക്ഷെ മദ്യപിച്ചാൽ മാത്രം ഇതിന് ചെയ്യുന്ന മണമുണ്ട്. അത് അടുപ്പിക്കണമെന്ന് എനിക്കിഷ്ടമല്ല. പക്ഷെ അത് എല്ലാവർക്കും ഇല്ലാത്ത. അപ്പം അത് കഴിഞ്ഞിങ്ങനെ ഈ ചികിത്സയുടെ ഏത് ഭാഗം ചോദിച്ചാൽ എനിക്കറിയുന്നത് ഞാൻ പറഞ്ഞൊരു പക്ഷേ നിങ്ങളും ചെയ്യണമെന്നേ. ഇന്നിപ്പോൾ മരുന്ന് കൊടുക്കുന്നുണ്ട് ആനകൾക്ക്. ഞാനൊക്കെ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 11 ദിവസമോ അല്ലെങ്കിൽ 22 ദിവസമൊക്കെ ഈ കള്ളും പൊടിയും കൊടുക്കും. നല്ല തെങ്ങുകളിൽ നല്ല തെങ്ങുകളിൽ നെല്ല് വറുത്ത് വെച്ച പൊടി. ഇതൊരു 11 ദിവസമെങ്കിലും ചുരുങ്ങിയത് കൊടുക്കണം. ആന അനുസരിച്ചുള്ള അളവും കൂടും. അപ്പോഴാണ് ഉള്ളിൽ ശുദ്ധമാവുള്ളൂ. എന്നിട്ട് ഇതിന് മരുന്ന് കൊടുക്കണം.